നേരിൻ്റെ വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പരിമിതമായ ചിന്തകൾ സൂക്ഷിക്കുന്നവരാണ് പൊതുവെയുള്ള മനുഷ്യർ. വിശാലമായി ചിന്തിക്കുവാനോ ശ്രേഷ്ഠമായ നിലയിൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാനോ നമുക്ക് ചിലപ്പോൾ കഴിയാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ചു നിൽക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് ഞാൻ എന്ന തോന്നലാണ്. യാചിച്ചു നിൽക്കുവാൻ വിധിക്കപ്പെട്ടവരല്ല ഞാൻ എന്ന തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടായാൽ നമ്മുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകും. ഉന്നതമായ നിലയിൽ കാര്യങ്ങളെ വീക്ഷിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയും. മാത്രമല്ല, വലിയ വലിയ സാധ്യതകൾ അതിലൂടെ നമ്മുടെ മുമ്പിൽ തുറന്നു വരുവാനും ഇടയാണ്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളുമൊക്കെ മാറേണ്ടത് അനിവാര്യമാണ്. ഒരിക്കൽ ഒരു രാജാവിൻ്റെ വളരെ മനോഹരമായ പൂന്തോട്ടത്തിന് മുൻപിൽ ഒരു വൃദ്ധയായ മാതാവ് വന്നു. ഒരിക്കൽ പോലും രാജാവിൻ്റെ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ വൃദ്ധയായ സ്ത്രീക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ പൂന്തോട്ടത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് കാവൽക്കാരനോട് അവർ ചോദിച്ചു, ഈ മനോഹരമായ പൂന്തോട്ടത്തിൽ പഴുത്തു തുടുത്തു നിൽക്കുന്ന ഒരു മുന്തിരിക്കൊല എനിക്ക് തരാമോ? ഇത് കേട്ട മാത്രയിൽ ആ പൂന്തോട്ടക്കാരൻ പറഞ്ഞു, സാധ്യമല്ല, ഒരിക്കൽ പോലും സാധ്യമല്ല, പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് ആ വൃദ്ധയെ ആട്ടി ഓടിച്ചു. തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ കൊച്ചു കൂരയിലേക്ക് ആ വൃദ്ധയായ മാതാവ് നടന്നു ചെന്നു. എന്നിട്ട് അവിടങ്ങളിലായി പരതി തൻ്റെ കയ്യിൽ കിട്ടിയ കൊച്ചു നാണയങ്ങൾ എടുത്തുകൊണ്ട് വീണ്ടും ആ പൂന്തോട്ടത്തിന് മുൻപിലെത്തി. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ആ നാണയത്തുട്ടുകൾ ആ തോട്ടക്കാരന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് രോഗിയാണ്, ദയവായി പഴുത്തു തൊടുത്ത ആ മുന്തിരിക്കുല എനിക്ക് തരണം, ഈ പണം നിങ്ങൾ എടുത്തുകൊള്ളുക. ഇത് കേട്ട മാത്രയില്ല തോട്ടക്കാരൻ പറഞ്ഞു, സാധ്യമല്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകൂ, ഇത് രാജാവിൻ്റെ കൊട്ടാരമാണ്, ഇവിടെ താങ്കൾ നിൽക്കരുത്, പെട്ടെന്ന് ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞ് അവരെ ആട്ടിയോടിക്കുവാൻ ശ്രമിച്ചു. ശബ്ദം കേട്ടുകൊണ്ട് ആ മനോഹരമായ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന രാജകുമാരി തോട്ടക്കാരൻ്റെ രീതിയും ആ തോട്ടത്തിന് പുറത്ത് വളരെ സങ്കടഭാവത്തോടെ നിൽക്കുന്ന ആ വൃദ്ധയെയും കണ്ടു. വൃദ്ധയോട് ചോദിച്ചു, എന്താണ് താങ്കൾക്ക് വേണ്ടത്? അവർ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് വളരെ രോഗിയാണ്, ഞാൻ ഈ തോട്ടക്കാരനോട് മുന്തിരി എനിക്ക് വിൽക്കണമെന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ അധികം പണമൊന്നുമില്ല, പക്ഷെ ഉള്ള ഈ ചില്ലറ നാണയങ്ങൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ടും ആ മുന്തിരി നൽകാൻ ആ തോട്ടക്കാരൻ തയ്യാറാവുന്നില്ല. ഇത് കേട്ട മാത്രയിൽ രാജകുമാരി പറഞ്ഞു, അയ്യോ, ഈ മുന്തിരിക്ക് പണമൊന്നും ആവശ്യമില്ല, മാത്രമല്ല ഒരിക്കൽ പോലും ഇതുപോലെ യാചിക്കേണ്ടതുമില്ല, കാരണം ഇത് രാജാവിൻ്റെ വകയല്ലേ, രാജാവിനോട് യാചിക്കേണ്ട, പകരം രാജാവിനെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ നിങ്ങൾ തയ്യാറാകുന്നത് കൊണ്ട് ഈ രാജാവ് പണത്തിന് വിൽക്കാനല്ല ഈ മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്, അത് വെറുതെ നൽകാനാണ്. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ യാചിക്കരുത്, പകരം രാജാവ് നിങ്ങൾക്ക് തരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായും സന്തോഷത്തോടും കൂടെയാണ് ഇത് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്.
എന്ന് പറഞ്ഞുകൊണ്ട് ആ മുന്തിരിക്കുല അറുത്തെടുത്ത് ആ വൃദ്ധയായ മാതാവിൻ്റെ കയ്യിൽ രാജകുമാരി വെച്ചു. അപ്പോഴാണ് ആ വൃദ്ധയായ മാതാവിന് മനസ്സിലായത്, ഞാൻ കേവലം ഒരു ഭിക്ഷ യാചിക്കുന്നവളെ പോലെയാണല്ലോ രാജാവിന്റെ മുമ്പിൽ വന്നത്. പകരം രാജാവിന്റെ മകൾ എന്നെ കണ്ടത് ഒരു ഭിക്ഷാന്തേഹിയെ പോലെയല്ല, ശ്രേഷ്ഠമായ മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, രാജാവിൻ്റെ ഒരു പ്രജയായിട്ട്. ആ ഒരു തിരിച്ചറിവിലേക്ക് എന്തുകൊണ്ടെനിക്ക് ഇന്നു വരെ വരാൻ പറ്റി? സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിലും ഉണ്ടായിരിക്കേണ്ട ഉദാത്തമായ ചിന്തകൾ ഇതൊക്കെ. ദൈവത്തിന് മുൻപിലും യാചിക്കേണ്ടവരല്ല നമ്മൾ, ഒരു ഭിക്ഷാന്തേഹിയെ പോലെ അല്ല വരേണ്ടത്. അതെ, ദൈവം പരമാധികാരിയാണ്, ദൈവശ്രേഷ്ഠനാണ്, ദൈവത്തോട് യാചിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ പരിമിതമായ ചിന്തകളൊന്ന് മാറ്റിയിട്ട് സകല പ്രപഞ്ചത്തിൻ്റെയും ഉടയവനും നാഥനുമായ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി തരുവാൻ കഴിയുമെന്നുള്ള നല്ല ബോധ്യം, അത് നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കും. പരിമിതമായ ചിന്തകൾക്ക് വിരാമം കുറിക്കും. അങ്ങനെ ശ്രേഷ്ഠമായ നിലയിൽ ചിന്തിക്കാനും കാര്യങ്ങളെ വീക്ഷിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും, വലിയ പ്രതീക്ഷകൾ നമ്മുടെ ഉള്ളിൽ നാമ്പ് പൊട്ടും. അത് നമ്മെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കും. അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായാൽ നമ്മുടെ രീതികളും നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറും. കാരണം പരമാധികാരിയായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ആ തിരിച്ചറിവോടുകൂടെ ദൈവിക ബന്ധത്തിൽ തുടരുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കാഴ്ചപ്പാടുകളും പരിമിതമായ ചിന്തകളും ഒക്കെ മാറ്റി വിശാലമായി കാര്യങ്ങളെ കാണുവാൻ നമുക്കിടയാകും.